ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് OSB ഷീറ്റൊന്ന് ഗ്ലാസ് ഷീറ്റെന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെന്താണ് പറയേണ്ടത്, ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എവിടുന്നാണ് പർച്ചേസ് ചെയ്തതെന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷീറ്റ് ഞാനിവിടെ നമ്മുടെ അടുത്ത ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ജ്വല്ലറി മേക്കിംഗ് ഷോപ്പുകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ OSB ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ എന്നോട് ചോദിച്ച ഒരു കമൻ്റ് എന്ന് വെച്ചാൽ ഈ ഗ്ലൂ ഏതാണെന്നാണ്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത് 7000 എന്ന് പറയുന്ന ഗ്ലൂ ആണ് കേട്ടോ. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് 7000 ആണ്. അപ്പോൾ നമ്മൾ ഈ കുന്തൻ സ്റ്റോണൊക്കെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചിട്ട് സെൻറ്ററിൽ നമ്മൾ അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു. അതിൻ്റെ അറ്റഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് 3 ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഞാൻ ആദ്യം ഒരെണ്ണം വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഇൻവിസിബിൾ നെക്ക് പീസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു 3 പെൻഡൻസ് കൊടുത്തിട്ട് നമുക്കത് സെറ്റ് ചെയ്യാമെന്ന്. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ ചെറിയ ഒരു കത്രിക ഉണ്ടെങ്കിൽ ഇതുപോലെ അതിനോടിങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ സൈഡിലുള്ള വശങ്ങൾക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പോർഷനൊക്കെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു പെൻഡൻറ്റ് ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ തന്നെ 3 പെൻഡൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പെൻഡൻറ്റ്സ് നമ്മൾ കോർത്ത് ഇനി മാലയാക്കണം. അപ്പോൾ ഈ കോർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈഡിലൊരു ഐപ്പിന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ വന്നിട്ട് ഇങ്ങനെ നീളത്തിൽ കമ്പി ഇരിക്കുന്നതാണ് ഐപ്പിൻ എന്ന് പറയുന്നത്. അതും നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഷോപ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലോട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതായത് ബീഡ്സൊക്കെ നമ്മൾ കോർക്കുമ്പോൾ അതിനകത്ത് ഹോൾ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇത് കോർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കമ്മലൊക്കെ ചെയ്യുമ്പോൾ തമ്മിൽ കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഐപ്പിന് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്കിനി കോർത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ പെൻഡൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗോൾഡൻ മണിയും പെൻഡൻറ്റും കൂടെ മിക്സ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒട്ടി ഒന്ന് ശരിക്കും ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ പിന്നെ അടുത്ത ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, ഇത് കോർത്തെടുക്കാനുള്ള ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കോർക്കുന്ന എന്തിലാണെന്ന് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഗിയർ വെയറിലാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. ഇത് ജ്വല്ലറി മേക്കിംഗ് ഷോപ്പുകളിൽ പറഞ്ഞാൽ വാങ്ങാനായിട്ട് കിട്ടും. ഗിയർ വെയർ എന്ന് പറഞ്ഞാൽ മതി. ഇത് സിൽവർ ഷെയ്ഡിലും അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡിലും വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു റോളായിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് ആവശ്യമുള്ള പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗോൾഡൻ മണി കോർത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പെൻഡൻറ്റ് കോർത്തു. വീണ്ടും ഒരു ഗോൾഡൻ മണി കോർത്തു. അങ്ങനെ ഇതിൻ്റെ 2 സൈഡിലും ഓരോ ഗിയർ ലോക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സെൻറ്റർ പോർഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഗിയർ ലോക്ക് ഒന്നിങ്ങനെ പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലോട്ട്, ഇതിപ്പോൾ ഞാൻ സെൻറ്റർ പോർഷനിലാണിത് സെറ്റ് ചെയ്തത്. ഇനി ഇതിൻ്റെ 2 വശത്തേക്കും ഓരോ പെൻഡൻസ് കൂടെ ഞാനിങ്ങനെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3 പെൻഡൻസാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ 3 പെൻഡൻസ് നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബീഡ്സ് കോർത്ത് കഴിഞ്ഞിട്ട് ആ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണോ വേണ്ടത് ആ പൊസിഷനിൽ തന്നെ അവിടെ അങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതും നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഷോപ്പുകളിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇതും 2 ഷെയ്ഡുണ്ട്. ഗോൾഡൻ ഷെയ്ഡും അതുപോലെ തന്നെ സിൽവർ ഷെയ്ഡും ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതിനായിട്ട് മാച്ച് ചെയ്ത് ഏതാണോ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തൊരു ഹുക്കും കൂടെയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ മാല സെറ്റായി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പെൻഡൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലാണ്ട് നമുക്ക് പെൻഡൻസ് വാങ്ങാനും കിട്ടും കേട്ടോ. അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ലോട്ടസ് ഡിസൈൻ അങ്ങനെ ഓരോ ഡിസൈൻ നമുക്ക് വാങ്ങാൻ കിട്ടും. പാലക്കാട് ഡിസൈൻ അങ്ങനത്തെ ഓരോ പെൻഡൻസ് ചെറിയ ചെറിയ പെൻഡൻസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതൽ ഡിസൈൻസൊക്കെ നമ്മുടെ ഗോൾഡൻ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്വല്ലറീസൊക്കെ കാണാൻ പറ്റും. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ ചുമ്മാ ജ്വല്ലറീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റ്സൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹുക്ക് പിടിപ്പിക്കുന്നതിൻ്റെ ആദ്യമേ ഒരു
രണ്ട് ഗിയർ ലോക്ക് കോർത്തിട്ട് പിന്നെ ഒരു ഗോൾഡൻ മണിയും കൂടെ കോർത്തിട്ടാണ് ജംപ് അതായത് ഈ റൗണ്ടിൽ വരുന്നതിന് ജംപ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജംപ് കോർത്തിട്ട് അത് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ 2 ഗിയർ ലോക്ക് ഇട്ട് ഒരു ഗോൾഡൻ മണിയും കൂടെ ഇട്ടിട്ട് നമ്മൾ കൊളുത്തൂടെ കോർത്തിട്ട് പിന്നെ ഇങ്ങനെ ആ ഒരു ഗോൾഡൻ ബീഡ്സിൻ്റെ ഉള്ളിലോട്ട് ഗിയർ വയർ കയറ്റിയിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് അതും സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാലയ്ക്ക് ഒരു ഫിനിഷിങ് ലുക്കൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡ് പോർഷനിൽ ഒരു ഗോൾഡൻ മണി കൂടെ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഓപ്ഷനിലാണ്, ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വെറുതെ ലോക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാല സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചോദിച്ചവരുടെയൊക്കെ സംശയമൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. താങ്ക്